ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ പോള ഉണ്ടാക്കിയാലോ? നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഒരു വെറൈറ്റി പോളയ്ക്കിനെ കിടുമല്ലേ. നല്ല പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പോള ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കൻ വേണം. ഞാനിപ്പോൾ 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുക. 200 ഗ്രാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കസ്തൂരി മേത്തിയും കൂടി ചേർത്തിട്ട് അതൊന്ന് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കൻ ഫുള്ളായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ മെൽട്ടായ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ നമ്മൾ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പോളയായാലോ അടിപൊളിയല്ലേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിക്കൻ സാധാരണ ഫ്രൈ ചെയ്യൂലേ, അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായി കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ മീഡിയം ഫ്ലെയിമിൽ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഒരു 6 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെയും നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണം. അപ്പോൾ ഇതാ 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നല്ല ക്രീമി രൂപത്തിലാകും. ആ ഒരു രീതിയിലാവുന്നതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഈ ഒരു മസാല നമുക്ക് റെഡിയായി. അപ്പോൾ കണ്ട ഈ ഒരു നല്ല ക്രീമി ആയിട്ടുള്ള മസാല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ കഴിക്കാനും അടിപൊളിയാട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ. അങ്ങനെ നമ്മുടെ മസാല റെഡി. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ ഒരു 3 മുട്ടയിലേക്ക് നമുക്ക് മല്ലിയില വേണം. അപ്പോൾ മല്ലിയില ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1/2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ചിക്കൻ പോള ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ സോസ് പാൻ ആയാലും മതിയാകും. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പകുതി ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മേലേൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ബാക്കി ബാറ്റർ ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തൊരു പഴയ മൂടിയോ അല്ലെങ്കിൽ ഓടോ വെക്കാൻ മറക്കരുത് കേട്ടോ, അടിക്ക് പിടിക്കും. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. അപ്പോൾ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് നമ്മളിതാ അടിപൊളി ബട്ടർ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ കുക്കായിനെ നോക്കാൻ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സംഭവം സെറ്റാണ്. ഇനി ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ചൊരു നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് അതും ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു പോള ഇഷ്ടപ്പെടും. കാരണം ഇതിൽ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പോള ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നോമ്പൊക്കെയല്ലേ വരുന്നത്, ആ ഒരു സമയത്തൊക്കെ ഇതുണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.